ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലാണ്. സ്റ്റേഡിയം ലിങ്ക് റോഡിലാണുള്ളത്. നമ്മുടെ സാബു ചേട്ടനെ ഇന്ന് നമ്മൾ പരിചയപ്പെടാം. ഹായ് സാബു ചേട്ടാ. നമസ്കാരം. നമസ്കാരം സാബു ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സന്തോഷ ദിവസങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്ക് മീൻകടയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഈ കഴിഞ്ഞ 16-ാം തീയതി മുതൽ ഞങ്ങൾ അതിലേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ കസ്റ്റമേഴ്സും നാട്ടുകാരും ഒക്കെ തന്ന പിൻബലം തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയും. അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ധൈര്യമായിട്ട് ഞങ്ങൾ അടുത്തൊരു സംരംഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതൊരു ശരിക്കും പറഞ്ഞാണെങ്കിൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. അതെ അതെ. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എവിടെയായിട്ട് വരും ഈ ഒരു? ഇത് സ്റ്റേഡിയം ലിങ്ക് റോഡിൽ പൈപ്പിന് ബാക്ക് സൈഡ്. സ്റ്റേഡിയം ലിങ്ക് റോഡ് IM കഴിഞ്ഞിട്ട് പൈപ്പ് ലൈൻ റോഡ് വന്ന് ജോയിൻ്റ് ആകുന്ന ആ ഒരു ചെറിയ ജംഗ്ഷൻ, കലാദർശന ജംഗ്ഷൻ എന്നാണ് അതിനെ ഇവിടെ പേരിട്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ. സ്കൈലാൻഡ് ഒരു ഫ്ലാറ്റ് ഉണ്ട്, ലെജൻഡ്, എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ. ഫസ്റ്റ് എന്തായിരുന്നു സാബു ചേട്ടൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള ഒരു ജേണി? പഠിത്തത്തിന് ശേഷമൊക്കെ നമ്മൾ പല കൂലിപ്പണികളും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ചെയ്ത് നമ്മൾ പോകുന്നതാണ്. എങ്കിലും കച്ചവടം ചെയ്യണമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹവും താല്പര്യമൊക്കെ. അങ്ങനെ പല പല കച്ചവടങ്ങളിലും കൈവച്ചു. പക്ഷേ ഒന്നിലും ഒന്നും അങ്ങോട്ട് ക്ലിക്കായില്ല. അങ്ങനെ എറണാകുളം മാർക്കറ്റിൽ ഒരു തേങ്ങ കച്ചവടവും ഉള്ളിസോള കച്ചവടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന അങ്ങനെ അവിടെ വെച്ചാണ് മീൻ കച്ചവടത്തിനെ കുറിച്ചൊരു ആശയം, ഒരു ചിന്ത അങ്ങനെ വന്ന് അങ്ങനെ ചെറിയ രീതിയിൽ പച്ചക്കറി കച്ചവടവും മീൻ കച്ചവടവും ഒക്കെ കൂടി അങ്ങനെ തുടങ്ങി. അങ്ങനെ കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ വന്നിരുന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഒന്നുകൂടി ഒരു ഡിമ്മ് വന്നു. പക്ഷേ ആ ഡിമ്മ് വന്നെങ്കിലും വളരെ സ്പീഡിൽ തന്നെ അതിനെ റിക്കവർ ചെയ്യാനായിട്ട് ദൈവത്താൽ ഞങ്ങൾക്കത് സാധ്യമായി. ശരിക്കും പറഞ്ഞാൽ കോവിഡ് വന്നത്, എറണാകുളത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും അങ്ങനെ ആ രീതിയിലല്ല, വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനും ഞങ്ങളുടെ കടഭാരങ്ങളും പ്രയാസങ്ങളൊന്നും വരാനും ഞങ്ങളൊന്ന് സ്റ്റേണായത് കോവിഡാണ് നമ്മൾ പഠിപ്പിച്ചത് അല്ലേ? കോവിഡ് നമ്മൾ ശരീരത്തിൽ അനുഭവിച്ചില്ലെങ്കിലും അങ്ങനെ ഞങ്ങൾ സാമ്പത്തിക മേഖലയിൽ നല്ലൊരു കച്ചവടവും കാര്യങ്ങളും ഒരു മൂവിങ് ആയിരുന്നു. അത് കാരണം കോവിഡിൽ വളരെ ദുരിതം അനുഭവിച്ചവരെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് തന്നെ ഞങ്ങൾക്കൊരു വലിയ സന്തോഷത്തിന് കാരണമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളൊരു സീ ഫുഡിൻ്റെ ഒരു ഗ്രില്ല് കട തുടങ്ങണമെന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായി. ഞങ്ങളത് കടയുടെ അടുത്ത് തന്നെ ഞങ്ങളൊരു കട സ്റ്റാർട്ട് ചെയ്തു. ഡൈനിങ് ഇല്ലായിരുന്നു. ഡൈനിങ് ഇല്ലാത്തതിൻ്റെ ഒരു കച്ചവടത്തിനൊരു സ്ലോ ഉണ്ടായിരുന്നു. അത് പിന്നെ വേണ്ടത്ര ഒരു വിജയമില്ലായിരുന്നുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരു ഡൈനിങ് ഏരിയയെക്കുറിച്ച് അങ്ങനെ അന്വേഷിച്ചിരുന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ അടുത്ത് തന്നെ ഒരു കട, ഒരു സ്ഥാപനം നമുക്ക് ഒത്തു കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ അതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് സെറ്റായി. അങ്ങനെ ഞങ്ങളൊരു ഉച്ചയൂണ്, ഒരു മീൽസും വൈകുന്നേരം ഒരു ഗ്രില്ല് പരിപാടി, കപ്പ, മീൻകറി, ഗ്രില്ല്, അപ്പം, പുട്ട്, പൊറോട്ട, അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു. പിന്നെ ഈ കടപ്പുറം റെസ്റ്റോറൻറ്റിലെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഫുഡുകൾ? സ്പെഷ്യൽ ഫുഡെന്ന് പറഞ്ഞാൽ ഇപ്പം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിൽ കിട്ടാവുന്ന എല്ലാത്തരം മീനുകളും നമ്മുടെ അടുത്തുണ്ട്. എന്നാലും ഇവിടുത്തെ ഒരു സ്പെഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ചെമ്പല്ലി, കാളാഞ്ചി, ഹമൂർ, അങ്ങനെ പുഴവറ്റ, പിന്നെ നാടൻ ബ്രാലുകളുണ്ട്, അത് ലൈവായിട്ടുമുണ്ട്. കാളാഞ്ചി ലൈവുണ്ട്, ചെമ്പല്ലിയുടെ ലൈവുണ്ട്, കരിമീൻ, അങ്ങനെ അതിൻ്റെ എല്ലാത്തരം കടൽ കായൽ മത്സ്യങ്ങളുടെ ഒരു വലിയൊരു ശേഖരണം നമുക്കുണ്ട്. എറണാകുളം ഏരിയയിൽ തന്നെ ഇല്ലെന്ന് തോന്നുന്നു ഒരു ഇതേപോലത്തെ ഇത്രയും വിഭവങ്ങളുള്ള ഒരു റെസ്റ്റോറൻറ്റ്. കുറവെന്നേ പറയുള്ളൂ. അതൊരു അഹങ്കാരമായിട്ട് പറയുന്നതല്ല. എന്നിരുന്നാൽ തന്നെ ഞാനൊരു കച്ചവടം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്കത് പറയാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. അത് പറയാനുള്ള ഒരു അല്ലേ വെച്ച് നോക്കുമ്പോൾ പറയാം. കാരണം കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ ഐറ്റംസ് നിയമിക്കുന്ന ആൾ ഞാനാണ്. അതിനകത്ത് ഒരാൾ മക്കൾ
എനിക്ക് രണ്ട് മക്കളാണ്. രണ്ടുപേരും ഇടത്തും വലുതുമായിട്ടുണ്ട്. അവർ കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു ധൈര്യം. ഞാനാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇടനിലക്കാരും ഇല്ല, നേരിട്ട് തന്നെ ഞാൻ പർച്ചേസ് ചെയ്തു സമയത്തിന് ആവശ്യമുള്ള മീനെല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് പിന്നെ ജനങ്ങൾക്ക് വിശ്വാസമായിട്ട് തന്നെ വാങ്ങിക്കാൻ കഴിക്കാം. അതാണ് നമ്മളിവിടെ എത്തിച്ചത്. അതാണ് ഈ കടപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത. കടപ്പുറം റെസ്റ്റോറൻറ്റ് പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഞാനൊരു ബിലീവറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ കസ്റ്റമറുടെ ഹെൽത്ത് കൂടി നോക്കിയിട്ട് പോകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഞാനതിനായിട്ട് എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വന്തം സ്ഥലം എന്നുള്ളത് വൈക്കം വെച്ചൂര. ഓക്കെ. അപ്പം ഞാൻ അവിടുന്ന് എൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ മില്ലിൽ നിന്ന് വെളിച്ചെണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, നാച്ചുറലായിട്ടുള്ള പുളി, തേങ്ങ ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. കാരണം കലർപ്പില്ലാത്ത മീൻ കൊടുക്കുമ്പോൾ കലർപ്പില്ലാത്തുള്ള സ്പൈസസുകൾ കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം. അതുതന്നെയാണ് നമ്മുടെ വലിയൊരു ആഗ്രഹം. ആവോലി പൊള്ളിച്ചത്, ഫിഷ് തവ, കാളാഞ്ചി തവ, പിന്നെ സീ ഫുഡ് ഫ്രൈഡ് റൈസ്. അതങ്ങനെ ഇവിടെ കാണാത്ത ഐറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കാളാഞ്ചി മസ്റ്റ് ട്രൈ ആണ്. നല്ല മസാല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിഷ് നല്ല ഫ്രഷ് ഫിഷാണ്, കൊള്ളാം. ഓവറോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡെല്ലാം. ജനങ്ങളെ എങ്ങനെ സർവീസ് ചെയ്യാം, എങ്ങനെ നമ്മൾ സേവ് ചെയ്യാനാണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ. ഇനിയിപ്പം നമ്മളുടെ അടുത്ത് ഇനിയിപ്പം കറികൾ റെഡിയാക്കിയിട്ട്, ഇനി മീൻ വേണ്ട, കറി റെഡിയാക്കിയിട്ട് അവർ പറയുന്നതനുസരിച്ച് വീടുകളിലാണെങ്കിൽ എത്തിച്ചു കൊടുക്കാമെന്നാണ് നമ്മൾ അടുത്തൊരു പുതിയ, അതായത് അവരുടെ സർവീസ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ വീട്ടിൽ ചോറ് മാത്രം വെച്ചാൽ മതി. ഇനി വേണേൽ ചോറും കൊടുക്കുക. അതുകൊണ്ട് ചോറും കൊടുക്കാമല്ലോ. അപ്പോൾ അവർ പറയുന്ന കറികൾ കൊടുക്കുക. നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ ഈ കടപ്പുറം റെസ്റ്റോറൻറ്റിലുള്ള പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ നമ്മളുടെ സീ ഫുഡ് തന്നെയാണ്. ചിക്കനും ബീഫൊന്നും നമുക്കില്ല. തൽക്കാലം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. സീ ഫുഡ് നന്നായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെ നമ്മൾ ഇവിടെ ഇപ്പോൾ പ്രത്യേകത നല്ല ഗ്രില്ലുണ്ട്, പിന്നെ സീ ഫുഡിൻ്റെ ചില്ലി ഫിഷുണ്ട്, ഷവർമയുണ്ട്. വെറൈറ്റിയാണ്. അതായത് ചിക്കൻ്റെ എന്തൊക്കെ വിഭവങ്ങൾ അത് തന്നെ ഫിഷിലും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നല്ല മസാലയാണ്, നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് അത് നല്ലൊരു വിജയസാധ്യതയുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുക്ക് ചെയ്യാറുണ്ടോ? കുക്ക് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ എന്നാലും അവരുടെ കൂടെ നിന്നൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കുകയൊക്കെ ചെയ്യും. ടേസ്റ്റ് നോക്കും. പിന്നെ അതിന് പറ്റിയ പണിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ധൈര്യമാണ് നമുക്ക്. ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ എന്തൊക്കെയാണ് വിഭവങ്ങൾ? വിഭവങ്ങൾ പറയാനാണെങ്കിൽ നമുക്ക് എണ്ണ തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം കടൽ കായലിൽ എന്തൊക്കെ മീനുണ്ടോ പ്രേക്ഷകർക്ക് പറയാനുണ്ടല്ല. കാളാഞ്ചി, ചെമ്പല്ലിയുടെ തവ, ഗ്രില്ല്, അമൂറ്, വറ്റ, സ്കുഡ്, പ്രോൺസ്, ക്രാബ്, അങ്ങനെയെല്ലാം കടലിൽ എന്തെല്ലാം സീ ഫുഡുകളുണ്ടോ അതെല്ലാം ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്തുണ്ട്. നീരാളി വരെയുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ പ്രേക്ഷകരെ ഈ ഒരു പറഞ്ഞ വിഭവങ്ങൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യപ്പെടുന്നത്, സാവുചേട്ടൻ എവിടെ നിന്നാണെങ്കിലും അത് കൊണ്ടുവന്നിരിക്കും. അതാണ് നിങ്ങളൊരു അരമണിക്കൂർ ടൈം തന്നാൽ മതി വന്നിരുന്ന്. നമ്മുടെ എറണാകുളം ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഹോട്ടൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ. എറണാകുളം ഏരിയയിൽ ഇഷ്ടംപോലെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളുണ്ട്, ഇല്ല എന്നൊന്നുമല്ല. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായെന്ന് പറഞ്ഞാൽ എനിക്കുള്ളൊരു ധൈര്യം മറ്റുള്ളവരിൽ കേവലം എന്നുള്ളതല്ല. ഞാനൊരു മീൻകട നടത്തുന്ന ഒരാളെന്ന നിലയിൽ മറ്റാരും മീൻകട നടത്തുന്നവരില്ല. റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും 1, 2, 3 റെസ്റ്റോറൻറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു മീൻകട നടത്തുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഒരു ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് തരാൻ പറ്റും. എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലി എല്ലാം കട്ടയ്ക്ക് തന്നെയാണ്. 2 ആൺമക്കളാണുള്ളത്. ഒരാളിടത്തും ഒരാൾ വലത്തും അവർ കട്ടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. വൈഫാണെങ്കിലും നേരത്തെ വന്ന് സപ്പോർട്ടുണ്ടായിരുന്നു. ഇപ്പം മോൻ്റെ കുട്ടികളുള്ളതുകൊണ്ട് വരുന്നില്ല. എന്നാലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ കൂടി ആലോചിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പണിക്കാരുടെ സപ്പോർട്ടാണ് ഇതിനകത്ത്. ഇപ്പം നമുക്ക് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റത്തില്ല. പണിക്കാരുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. അവർ നല്ല കട്ടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ധൈര്യം. അല്ല, അത് തന്നെയാണ് നമ്മളൊരു ഏതൊരു സ്ഥാപനത്തിൻ്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളാണ്. തൊഴിലാളികളില്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ അവരില്ല. അതാണ് ആ ഒരു ഐക്യം അല്ലേ? അതെ, തീർച്ചയായും. തൊഴിലാളിയാണ് നമ്മളെ ഇവിടെ എത്തിച്ചതും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്രയും വിശേഷങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമ്മളിത്
എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് ഇതിൻ്റെ ഇവിടുത്തെ? നമ്മളൊരു ഉച്ചയൂണ് മുതലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു 12 മണി മുതൽ 3 മണി വരെ ലഞ്ച് ടൈമാണ്. അതിനുശേഷം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ മറ്റ് സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കപ്പ, പാൽക്കപ്പ, അപ്പം, പുട്ട്, പൊറോട്ട ഇതൊക്കെയാണ് അങ്ങനെയുള്ളത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഡിന്നറിന് സീ ഫുഡ് ഐറ്റങ്ങളുടെ ഗ്രില്ല്, തവ. അതായത് വൈകിട്ടാണ് സീ ഫുഡിൻ്റെ ഒരു വലിയ കലവറ ഓപ്പൺ ആകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സീ ഫുഡ് ഉള്ളത് അടുത്തോളം നമുക്ക് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇനിയിപ്പോൾ അഥവാ കുറച്ച് മീനൊന്ന് ഒതുങ്ങിപ്പോയാൽ തന്നെ അപ്പുറത്ത് കടയിൽ നിന്ന് വിളിച്ചാൽ കേൾക്കാവുന്ന അകലത്തിലുള്ള കടയല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എടുത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനുള്ളൊരു സാഹചര്യം. പുറത്ത് പോയി മേടിക്കേണ്ട വേണ്ട അതൊന്നും വേണ്ട. ഏത് ടൈമിലും നമുക്കുണ്ട്. അതൊക്കെ തന്നെ ഒരു വലിയൊരു അന്നുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രമല്ലേ നമ്മളിവിടെ? തീർച്ചയായും അല്ലേ? പിറ്റേ ദിവസത്തേക്ക് ഒരു സാധനവും നമ്മൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ മീൻ കട അടുത്തുള്ളത് കൊണ്ട് നമുക്കങ്ങനെ കൂടുതൽ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് 10 മിനിറ്റ് കൊണ്ട് അത് ക്ലീൻ ചെയ്ത് ഇവിടെ വരും. തൊട്ടടുത്ത് തന്നെയല്ലേ കടയുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. കാരണം കട 10 മണി വരെ ഉണ്ട് മീൻ കട. പിന്നെ ഇത് 12 മണി വരെയാണ്. അപ്പം നമുക്ക് ആ ഒരു ഇതിൻ്റെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അത് തന്നെ. അപ്പം ഏതായാലും മറ്റൊരു കടയിൽ പോയി വാങ്ങേണ്ട താമസമൊന്നും നമുക്കില്ലല്ലോ. ഒരു കടയിൽ തന്നെ ഉള്ളതല്ലേ. പിന്നെ ഞങ്ങൾക്ക് പാർക്കിങ്ങും ഉണ്ട് കേട്ടോ. പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. അടുത്ത് തന്നെയായിട്ട് അതിനൊരു സൗകര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പ്രോഗ്രാംസ് കാണുന്ന എല്ലാവരും വന്ന് കഴിക്കുക, ടേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വിശേഷങ്ങളും നമ്മൾക്ക് പങ്കുവയ്ക്കുക അല്ലേ? അതെ തീർച്ചയായും. നിങ്ങളുടെ സന്തോഷമാണല്ലോ നമ്മളുടെ സന്തോഷം. അതെ, സന്തോഷം. അപ്പോൾ സാബു ചേട്ടാ, ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചുകളും പുതിയ പുതിയ വെറൈറ്റികളും നമ്മൾ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഇത് ഈ കടപ്പുറം റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയേ ഉള്ളൂ അല്ലേ? അതെ, ഒരാഴ്ച ആവുന്നു. അപ്പോൾ ഇനിയും പുതിയ പുതിയ എന്താ പറയുക വിഭവങ്ങളുമായിട്ട് കാണാം. ബൈ. ഓക്കെ, താങ്ക് യു.